നമസ്കാരം. സിദ്ധന്മാർ എന്നവർ സിദ്ധി ലഭിച്ച് ത്രികാലവും മനസ്സിലാക്കിയവർ, ഉടൽ കോവിലാക്കി ഉള്ളം ഭഗവാന്റെ വാസസ്ഥലമാക്കി വാഴുന്നവർ, പ്രപഞ്ച രഹസ്യത്തെ അറിഞ്ഞ ബ്രഹ്മജ്ഞാനികൾ, ലോകനന്മയ്ക്കായി അഹോരാത്രം പ്രയത്നിക്കുന്നവർ, ആശ, സ്നേഹം, മോഹം, ബന്ധം എന്നിവയെ അറുത്തെറിഞ്ഞവർ. തമിഴ്നാട്ടിലെ 18 സിദ്ധന്മാരിൽ 6-മത്തെയാളും യോഗി, വൈദ്യർ, ആത്മീയ ഗുരു എന്നീ നിലകളിൽ പ്രശസ്തനുമായ കമലമുനി സിദ്ധരെപ്പറ്റി അറിഞ്ഞിരിക്കാം. മറ്റു സിദ്ധന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ പോലെ കമലമുനി സിദ്ധരെ പറ്റിയുള്ള വിവരങ്ങൾ അധികം ലഭ്യമല്ല. അദ്ദേഹം ഒരു വൈകാശി മാസം പൂയം നക്ഷത്രത്തിൽ കുറവർ കുലത്തിൽ ജനിച്ചതായാണ് പറയപ്പെടുന്നത്. ബ്രഹ്മദേവൻ തന്നെയാണ് കമലമുനിയായി അവതരിച്ചത് എന്നും വാദമുണ്ട്. കമലമുനി ഭാരതത്തിൽ ജീവിച്ചിരുന്നതിനേക്കാളും കാലം ചൈനയിൽ ജീവിച്ചിരുന്നതായി ബോഗർ 7000-ൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. കൈലാസമലയിൽ ശിവയോഗം കിട്ടിയ ജ്ഞാനിയും അഷ്ടസിദ്ധികൾ ലഭിച്ചയാളുമാണ് കമലമുനി. ഹോമങ്ങളിലും യാഗങ്ങളിലും മന്ത്രങ്ങളിലും പ്രഗത്ഭനായ അദ്ദേഹം ശൈവസമയ പണ്ഡിതന്മാരിൽ ആദ്യത്തെയാൾ. ബോഗർ സിദ്ധർ, തിരുമൂലർ സിദ്ധർ, കാകഭുജണ്ഡർ സിദ്ധർ എന്നിവരുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് കമലമുനി. കമലമുനി 8 ദിശകളിലേക്കും സഞ്ചരിച്ചയാൾ, എല്ലാറ്റിനെയും മനസ്സിലാക്കിയാൾ എന്നെല്ലാം ബോഗർ സിദ്ധർ കമലമുനിയെ പറ്റി തന്റെ പുസ്തകങ്ങളിൽ പുകഴ്ത്തുന്നുണ്ട്. കമലമുനി രസവാദത്തിൽ പ്രഗത്ഭൻ. മനുഷ്യകുലത്തിന്റെ മുന്നേറ്റത്തിനായി പ്രാണായാമം, മനസമാധാനത്തിന് ധ്യാനം, ഉടൽ ആരോഗ്യത്തിന് മൂലിക വൈദ്യം എന്നിങ്ങനെ ജ്ഞാനവും വൈദ്യവും പ്രചരിപ്പിക്കാൻ ജനിച്ചയാൾ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനികളാണ് കുദംബ സിദ്ധരും അഴുകുണി സിദ്ധരും. തപം ഒരു തപസ്യയാക്കി കൊണ്ടു നടന്ന സിദ്ധരാണ് കമലമുനി. മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷനായി സ്വയം മറന്ന് തപം ചെയ്യുന്നതും പലകാലം സമാധിയിൽ പോകുന്നതും അദ്ദേഹം പതിവാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ചിലതാണ് കമലമുനി 300 രേഖാശാസ്ത്രം. പല കാരണങ്ങളാൽ സിദ്ധന്മാരുടെ പുസ്തകങ്ങളെ പ്രകാശനം ചെയ്യാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹം ചതുരഗിരിയിലേക്ക് വന്നു. അവിടെ വെച്ച് രോമസ മഹർഷിയുമായി കൂടിയാലോചിച്ച് പ്രകാശനം നടത്താൻ തീരുമാനമായി. ഇരുട്ടില്ലാത്ത ഗുഹയിൽ ദേവന്മാരുടെയും ഋഷികളുടെയും സാന്നിധ്യത്തിൽ സിദ്ധന്മാരുടെ പുസ്തകങ്ങളെ അദ്ദേഹം പ്രകാശനം ചെയ്തതായി അഗസ്ത്യരുടെ പുസ്തകങ്ങളിൽ കുറിപ്പുണ്ട്. ചൈനയിൽ കമലമുനി കടലോരത്തുള്ള മലയടിവാരത്തിലുള്ള ഒരു ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ 1000 വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കാണാനെത്തി. അദ്ദേഹത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കിയ അവർ തങ്ങളെ ശിഷ്യരായി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കമലമുനി താൻ മനസ്സിലാക്കിയ ജ്ഞാനമത്രയും ശിഷ്യന്മാർക്ക് പകർന്നുകൊടുത്തു. പിന്നീട് അവരോട് താൻ സമാധിയാവാൻ പോവുകയാണെന്നും 20 വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുമെന്നും തൻ്റേത് കൽപ്പദേഹമായതിനാൽ ഒരു കേടുപാടും സംഭവിക്കില്ല എന്നും അറിയിച്ചു. സമാധിയിൽ പോകുന്നതിന് തൊട്ടുമുമ്പ് 20 വർഷത്തിൽ നടക്കാൻ പോകുന്ന പല അതിശയങ്ങളെപ്പറ്റിയും, അതായത് പക്ഷികളും മൃഗങ്ങളും ജ്ഞാനത്തോടെ സംസാരിക്കും, മലകൾ ഔഷധമൂലികകളാൽ നിറഞ്ഞിരിക്കും, അന്ധന് കാഴ്ച കിട്ടും, ഊമകൾ സംസാരിക്കും, മുടന്തൻ നടക്കും, സൂര്യനെപ്പോലെ ചന്ദ്രനും പ്രകാശിക്കും, ദേവന്മാർ ഭൂമിയിലെത്തും, രാക്ഷസന്മാരും ഭൂതങ്ങളും ആനന്ദഗീതം പാടും എന്നെല്ലാം അദ്ദേഹം ശിഷ്യന്മാരോട് വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ശിഷ്യന്മാർ അദ്ദേഹത്തെ സമാധിയിരുത്തി. ആ സമാധി പൂജിച്ച് കാവലിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായെന്ന് ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം താൻ സമാധിയിലിരുന്ന് ഗ്രഹിച്ച ജ്ഞാനമത്രയും തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് വീണ്ടും താൻ സമാധിയിൽ പോവുകയാണെന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. എത്ര വർഷം കഴിഞ്ഞ് സമാധിക്ക് പുറത്തു വരും എന്ന് അദ്ദേഹം പറയുന്നില്ല. പകരം ശിഷ്യന്മാരെയും ധ്യാനത്തിലിരിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. സമാധിയിൽ പോകുന്നതിന് മുമ്പ് അന്ധൻ പ്രകാശം കാണും, മുടന്തൻ ഊമയാകും, ഊമ മുടന്തനാകും, ഭൂമി പ്രളയത്തിൽ മുങ്ങും, രാജാക്കന്മാർ മരണപ്പെടും, അസുരന്മാർ ഭരിക്കും, യുദ്ധങ്ങൾ സംഭവിക്കും എന്നെല്ലാം അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. സമാധിയിൽ പോയ അദ്ദേഹത്തിന് പിന്നാലെ ശിഷ്യന്മാരും ധ്യാനത്തിലമർന്നു എന്നും ആ കാലഘട്ടത്തിൽ ഒരു പ്രളയം തന്നെ ഭൂമിയിൽ സംഭവിച്ചു എന്നെല്ലാം ബോഗർ തന്റെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നീട് വളരെ കാലത്തിന് ശേഷം പുറത്തു വന്ന അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടായി തന്റെ ഗുരു കാകഭുജണ്ഡരുടെ നിർദ്ദേശപ്രകാരം താൻ ആഴ്ന്ന സമാധിയിൽ പോവുകയാണെന്നും കാകഭുജണ്ഡരുടെ അടുത്ത് കാളങ്കിനാഥർ സമാധി അടഞ്ഞതുപോലെ താനും സമാധി കൊള്ളുകയാണെന്നും ഇനി പുറത്തു വരില്ലെന്നും അതിനാൽ നിങ്ങളും സമാധി കൊള്ളുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതായാണ് വിവരങ്ങൾ. തമിഴ്നാട്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ശ്രീവാഞ്ചിയം സന്ദർശിക്കുന്ന വേളയിൽ അവിടുത്തെ ജനങ്ങൾ ആളറിയാതെ മുനിയെ കളിയാക്കിയതിനാൽ വലിയ പ്രദേശമായിരുന്ന ശ്രീവാഞ്ചിയത്തെ മുനി ശപിച്ച് ഒരു ചെറിയ ഗ്രാമമാക്കി കളഞ്ഞു എന്ന് ശ്രീവാഞ്ചിയം ക്ഷേത്ര ഐതിഹ്യത്തിലുണ്ട്. ശ്രീവാഞ്ചിയം വാഞ്ചിനാഥർ ക്ഷേത്രത്തിൽ കമലമുനിക്ക് സന്നിധിയുണ്ട്. കമലമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലം 4000 വർഷം 48 നാൾ. തിരുവാരൂർ ത്യാഗരാജ ക്ഷേത്രത്തിൽ ആനന്ദീശ്വരർ കോവിലിനുള്ളിൽ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമുണ്ട്. അദ്ദേഹം മധുരയമ്പതിയിൽ സമാധിയടഞ്ഞതായി ബോഗർ ജനനസാഗരത്തിൽ പരാമർശമുള്ളതായി പറയപ്പെടുന്നു. ചതുരഗിരിയിൽ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമുള്ളതായും ഭഗവാൻ സുന്ദരമഹാലിംഗത്തിന്റെ അനുഗ്രഹം ഇരുന്നാൽ മാത്രമേ നമുക്കത് ദർശിക്കാനാവൂ എന്നും പറയപ്പെടുന്നു. സിദ്ധന്മാരുടെ ചരിത്ര പുസ്തകങ്ങൾ പ്രകാരം 27 നക്ഷത്രങ്ങൾക്കും അധിപരായി ഓരോ സിദ്ധരുണ്ട്. അപ്രകാരം പൂയം നക്ഷത്രത്തിന്റെ സിദ്ധരായ കമലമുനിയെ തൈപ്പൂയം തുടങ്ങി 12 പൂയം നാൾ പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറും എന്നതാണ് സാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.